ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞെഴുന്നേറ്റ് ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് നന്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് പാർക്ക് പോയാലോ എന്ന്. അപ്പോൾ ശരി പോവാമെന്ന് ഞാനും വിചാരിച്ചു. കുറച്ച് ദിവസം മടിഞ്ഞു നിന്നതായിരുന്നു ആ പാർക്കിൽ പോകാനായിട്ട്. ഇപ്പോൾ അവൾ വിളിച്ചപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ പാർക്ക്. ഇത് ആ പാർക്കിൻ്റെ ബാക്ക് സൈഡാണ്. ഇപ്പോൾ ഖരീഫ് ആയതുകൊണ്ട് ഇപ്പോൾ നല്ലതുപോലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈമും കൂടിയാണിത്. അപ്പോൾ അവിടെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കും. അപ്പോൾ പൊട്ടറ്റോ ബൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാറില്ല, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അത് മാത്രം കഴിക്കും. 7 o'clock ആകുമ്പോഴേക്കും നന്മ വരും, അപ്പോഴേക്കും റെഡി ആവണം. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇവിടെ ക്യാഷ് എടുക്കില്ല, കാർഡ് മാത്രമേ എടുക്കൂ. ഈ പാർക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ തീർച്ചയായും കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നില്ല. അതിനുള്ളിലെത്തിയപ്പോൾ പിന്നെ മോളെ എനിക്ക് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും നന്നായിട്ട് തന്നെ അവളെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, എത്ര സമയം വേണമെങ്കിലും കളിക്കാം. 9 മണിയായപ്പോൾ ഏട്ടൻ വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ. മോള് കളീൻ്റെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും നന്നായിട്ട് അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ കാദ്രി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ. ഒപ്പം ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവിടുന്ന് നല്ല മട്ടൻ സൂപ്പും നല്ല മട്ടൻ കടായും ബട്ടർ ചിക്കനും പിന്നെ റൊട്ടിയും അതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചൂടാറും മുമ്പേ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.